ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പേജ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലത്തിൻ്റെ ഗ്യാപ്പ് കുറേ നമ്മൾ വന്നുപോയി. കാരണങ്ങൾ പല ബിസി ക്ലാസ്സുകളും യാത്രകളും ഒരുപാട് കാര്യങ്ങളായിട്ട് കുറച്ച് കാലം ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊന്നും വിട്ടിട്ടില്ല. ഇനി നമ്മൾ ചെറിയ ചെറിയ ഷോർട്ടുകളൊക്കെ ആയിട്ടും വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കിടക്കും ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സ്കോർപിയോൺ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ തേള്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് അധികം വെച്ച് നീട്ടാതെ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങിയല്ലോ. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് തേങ്ങാക്കൊലയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നാരില്ലേ, ആ നാര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ അധികം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചുങ്ങിപ്പോവാൻ ചാൻസ് ഉള്ള കുറച്ച് പച്ചയായതുകൊണ്ട് ഇതിൻ്റെ ചുങ്ങിപ്പോവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തിക്കളയാം. ഒന്ന് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ചുങ്ങായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ചെത്തിക്കളയും. അപ്പോൾ അതിങ്ങനെ കിട്ടി. ഇനി ഒരു ചിരട്ടയാണ് ആവശ്യം. നമ്മുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ചിരട്ട ആവശ്യമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള നമ്മൾ 3-4 ചിരട്ട തന്നെ എടുത്തിട്ടുണ്ട്. ചിരട്ടകളുടെ നമ്മൾ ഈ ഒരു പുറം ഭാഗവും ഈ ഒരു സൈഡും വക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിനൊരു എമിലി പേപ്പർ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കത്തിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ ഒരു മുരിമുരേനെ നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കളയുക. അപ്പോൾ ചിരട്ട നമ്മൾ നന്നായിട്ട് ഉരച്ചതിന് ശേഷം ഒരു വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഒരു പെൻസിൽ എടുത്തിട്ട് വൈറ്റ് പെൻസിലാണ് ഞാൻ എടുത്തത്. ആദ്യം അത് തെറ്റിപ്പോയ ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. ഒരു കറുത്ത സാധാ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ ഒരു തേളിൻ്റെ ബോഡിയുടെ അടി വരുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ വരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കുറേ തള്ളി നോക്കി, കുറേ വീഡിയോ ഷോർട്ടിലൊക്കെ കണ്ടില്ലേ തള്ളി പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കത്തിയെടുത്ത് നമ്മൾ നന്നായി ഒന്ന് വരയാം. കത്തിയെടുത്ത് വരഞ്ഞാലൊന്നും അങ്ങനെ മുറിയില്ല. നമ്മൾ ആഷോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നെ മുറിക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ചെടുത്ത നമ്മുടെ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തില്ലേ ഒരു നാര്, ആ നാര് നമ്മൾ നന്നായി ഒന്ന് പുറത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗമായിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ചിരട്ടയുടെ ആ സൈഡും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനിയും അതിൽ ഒരുപാട് കഷ്ണങ്ങൾ നമ്മൾ ഒട്ടിക്കാനുള്ളതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പീസ് എടുത്തിട്ട് നമുക്ക് ഇതിന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ പശ വെച്ചിട്ട് നമ്മൾ ഇനിയൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പശ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ച് അതൊന്ന് ടൈറ്റാക്കിയിട്ട് തന്നെ ഒട്ടിക്കുക. ടൈറ്റായിട്ട് ഒട്ടിക്കാൻ പറയാൻ കാരണം അത് ഇനി അതിൻ്റെ മുകളിൽ ഇനി ഒരുപാട് ലെയർ അത് വരാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചൊട്ടിക്കാൻ പറയുന്നത്. അതൊന്നും പറ്റി നിൽക്കണം. നമ്മൾ ഈ പശ ഉപയോഗിച്ചുകൊണ്ട് വേഗം അത് ഒട്ടിക്കിട്ടുന്നുണ്ട്. അങ്ങനെ ഒട്ടിക്കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നേരത്തെ നമ്മൾ ആ മുറിച്ചെടുത്ത ചിരട്ടയുടെ ഒരു സൈഡിലെ പീസാണ്, അതിൻ്റെ നടുവിലത്തെ പീസാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് പാകത്തിന് വെച്ചിട്ട് അതിൻ്റെ ഒരു വയറിൻ്റെ ഭാഗത്തിന് അത് മുറിച്ചെടുക്കുക. അതല്ല, പുറം ഭാഗത്തിന് പറ്റിയ രീതിയിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന നമ്മളെന്താ ഉൾപ്പെടുത്തുക വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടുന്ന കാരണമാണ് നമ്മൾ കട്ട് ചെയ്യുന്ന എടുക്കാത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത പീസ്, അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് വരുന്ന പീസും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതും നമ്മളൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്തും നമ്മൾ ഒന്ന് ചെറുതായി ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ വെച്ച് ഇറക്കി കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വെച്ച് ഇറക്കി കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ആദ്യത്തെ പീസ് വെച്ചു, രണ്ടാമത്തെ പീസ് നന്നായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പീസും കൂടി നമുക്കിനി ആവശ്യമുണ്ട്. 3 പീസാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. അപ്പോൾ ആ 3ാമത്തെ പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ ലെങ്ത്ത് എങ്ങനെയും ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്യുന്നതൊക്കെ ഒന്നും നമ്മൾ അധികം എടുക്കണില്ല. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് നിന്ന് ഒട്ടിച്ചാലോ. അപ്പോൾ പിന്നെയും നമ്മൾ ആ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യത്തെ പീസ് ഒട്ടിച്ചു, നന്നായി ചേർത്ത് വെക്കാൻ നോക്കുക. ഇതിൻ്റെ തടി കൂടുന്തോറും അത് കാണാനുള്ളൊരു രസം പോവും നമുക്ക്. 2 പീസ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പീസ് അങ്ങനെ ഒട്ടിച്ചതിന് നമ്മൾ ആ ലാസ്റ്റ് പീസ് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ 2 കൈ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒട്ടിച്ചത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറെ ആ ചിരട്ട എടുത്തിട്ട് കൈയിൻ്റെ രൂപത്തിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൈ വരച്ചെടുത്തിട്ട്
കൈ ഏകദേശം വരച്ച് നമുക്കറിയാലോ ഏകദേശം ഒരു കൈയിൻ്റെ രൂപം, ആ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ റൗണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം കൈയിൻ്റെ ആ ഒരു കട്ടിംഗ് ലെയർ പോലത്തെ ഭാഗമില്ലേ, അത് നമ്മൾ പിന്നീട് വരയ്ക്കായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ ആ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കട്ടിംഗ് ലെയർ പോലത്തെ ഭാഗം, ഇന്നങ്ങനെ തന്നെ പറയാം, ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ 2 പീസ് വേണം. അപ്പോൾ രണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് തെറ്റുണ്ട്, അത് നമ്മൾ ഒഴിവാക്കി. രണ്ടാമത് വെച്ച് കുറച്ച് നന്നായി തോന്നി. അപ്പോൾ നമുക്ക് ഏതാ നന്നായി തോന്നുന്നത് വെച്ചാൽ അത് എടുക്കുക. ഒരു 2-3 ആളിനൊക്കെ വരച്ചിട്ട് ഏതാ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നമുക്കതൊന്ന് സെലക്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ആ കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത പീസാണിത്. ഇതിൽ ഞാൻ ആ പറഞ്ഞ പോലെ ഞാൻ ആ കട്ടിംഗ് ലെയർ പോലത്തെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഫ്രണ്ട് 2 കൈ വെക്കാനുള്ള ആ ഒരു ഭാഗത്ത് വെക്കാൻ ഞാനൊരു ഇതിൻ്റെ ഈ വാലുണ്ടാക്കിയപ്പോൾ തന്നെയുള്ളൊരു കഷ്ണം തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2 കഷ്ണം ഒരു ജോയിൻറ്റ് പോലെ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. 2 ചിരട്ടയുടെ പീസ് തന്നെയാണത്. അതിന് ശേഷം ഇതിൻ്റെ ഇടയിലുള്ളൊരു വീഡിയോ പോയിക്കണം, നമ്മൾ അതിൻ്റെ കൈയിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കമ്പി വെച്ചിട്ടുണ്ട്. അത് വെക്കുന്ന വീഡിയോ എങ്ങനെയോ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നമ്മളവിടെയും കമ്പി കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. കെട്ട് കമ്പി, നമ്മുടെ കമ്പിയൊക്കെ വേലിയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് കമ്പിയാണ് നമ്മൾ കഷ്ണമാക്കിയിട്ട് ഒരു 4 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മറ്റേ കയ്യിൻ്റെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ആ നേരത്തെ വെച്ച ആ കഴിഞ്ഞിൻ്റെ സാധനമൊക്കെ പൊട്ടി പോകാൻ അത് നടക്കണില്ല. അപ്പോൾ നമ്മൾ കമ്പി തന്നെ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. ആ പീസ് വെക്കാനുള്ള പരിപാടിയാണ് നമുക്ക്. 2 സൈഡിലും കമ്പി വെച്ചിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി പണി തുടരാനുണ്ട്.